Hello, Assalamu alaikum. Once again, welcome back to hasnashennahut. ഇന്ന് നമ്മളൊരു ക്രാഫ്റ്റിൻ്റെ വീഡിയോ അല്ല ചെയ്യുന്നത്. ഇന്ന് നോമ്പൊക്കെ തുറക്കുമ്പോൾ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരു സ്പെഷ്യൽ ബത്തക്ക വെള്ളമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഇതുപോലത്തെ ഒരു പീസ് ബത്തക്കയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഉണ്ടാക്കേണ്ടത് അത്രയും വലുപ്പത്തിലുള്ള ബത്തക്ക എടുത്തിട്ട് ഇതുപോലെ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. സാധാരണ മിക്സിയിലടിച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കുടിക്കുമ്പോൾ. കത്തി കൊണ്ട് ഇതുപോലെ ചെയ്തതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് ഞാൻ ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കൊരു പാത്രത്തിൽ ഞാനിവിടെ കുറച്ച് കസ്കസ് എടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ അതൊന്നും നമുക്ക് മാറ്റി വെക്കാം. നമ്മുടെ ബത്തക്ക വെള്ളത്തിൽ നമ്മൾ മെയിനായിട്ട് ചേർക്കാൻ പോകുന്നത് ഇതാണ്. ഇത് റൂബിയുടെ നന്നാരി സർബത്താണ്. അപ്പോൾ ഇത് 2 ടേബിൾ സ്പൂൺ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊക്കെ കൂടെ ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. തവി വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലൊരു ഹാൻഡ് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. ഞാനിവിടെ ബത്തക്കയുടെ കുരുവൊന്നും കളയാതെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ബത്തക്ക ആ ഒരു പീസാക്കുന്ന സമയത്ത് തന്നെ കളയാം. നന്നായിട്ട് ഉടച്ചു കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നുകൂടി നമുക്ക് തവി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ബത്തക്ക വെള്ളത്തിന് നന്നാരി സർബത്തിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടി വരുമ്പോൾ നല്ല രസമാണ് ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ. അപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള നമ്മുടെ കസ്കസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിത് ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ കുടിക്കുകയാണെങ്കിൽ ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. അതല്ല നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് കുടിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്കാണ് നോമ്പ് തുറൻ്റെ സമയത്തൊക്കെ. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ സജഷൻസൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.